ആദായ നികുതി നിയമത്തിൽ സമഗ്ര പരിഷ്കാരവുമായി കേന്ദ്ര ബജറ്റ്. 3 ലക്ഷം വരെ നികുതിയില്ല. 3 മുതൽ 7 ലക്ഷം വരെ 5% നികുതി. 7 മുതൽ 10 ലക്ഷം വരെ 10% നികുതി. ആദായ നികുതിയിലെ പുതിയ സ്കീം തിരഞ്ഞെടുത്തവർക്ക് 75,000 രൂപ വരെ ലാഭിക്കാനുള്ള പദ്ധതികൾ. ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടിയില്ല. ജനക്ഷേമത്തിന് കേന്ദ്ര ബജറ്റിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ. സ്ത്രീകൾക്കും കുട്ടികൾക്കും 3 ലക്ഷം കോടിയുടെ പദ്ധതി. യുവാക്കൾക്കായി തൊഴിൽ നൈപുണ്യ പദ്ധതി. 20 ലക്ഷം യുവാക്കൾക്ക് പരിശീലനം നൽകും. കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം കോടി. മുദ്രാ ലോൺ ഇരട്ടിയാക്കി. 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തി. വിദ്യാഭ്യാസ ലോൺ. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ്. സ്വർണ്ണത്തിനും വെള്ളിക്കും വില കുറയും. കസ്റ്റംസ് തീരുവ 6% കുറച്ചു. 3 ക്യാൻസർ മരുന്നുകളുടെ നികുതിയും ഒഴിവാക്കി. വസ്ത്രങ്ങളുടെയും മൊബൈൽ ഫോണുകളുടെയും വില കുറയും. കേന്ദ്ര ബജറ്റിൽ പൂർണ്ണ നിരാശ. ഇത്തവണയും കേരളത്തിന് പ്രത്യേക പദ്ധതികളില്ല. എയിംസിനായുള്ള കാത്തിരിപ്പ് നീളും. 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് എന്ന സംസ്ഥാന ആവശ്യം നിരാകരിച്ചു. ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ വൻ തകർച്ച. സെൻസെക്സ് 1000 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി 380 പോയിന്റ് ഇടിഞ്ഞു. വിപണിക്ക് ഉണർവേകുന്ന പ്രഖ്യാപനങ്ങളില്ല. ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പാക്കേജുകൾ. ബീഹാറിന് 26,000 കോടിയുടെ സാമ്പത്തിക പാക്കേജ്. ബീഹാർ കേന്ദ്രമായി വ്യവസായ ഇടനാഴി സ്ഥാപിക്കും. 11,500 കോടി രൂപയുടെ പ്രളയ നിർമ്മാർജ്ജന പദ്ധതി. ആന്ധ്രയ്ക്ക് തലസ്ഥാന വികസനത്തിനായി 15,000 കോടിയുടെ പ്രത്യേക പാക്കേജ്. ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ തുടരുന്നു. മണ്ണെടുത്തുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. പുഴയിലെ തെരച്ചിലിന് ശക്തമായ മഴ തടസ്സം. പുഴയിൽ നിന്ന് ജീർണിച്ച നിലയിൽ സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചു. മൃതദേഹം ലഭിച്ചത് ഗോകർണ ഭാഗത്ത് നിന്ന്. തെരച്ചിലിലെ അനാസ്ഥ കാരണം പ്രതീക്ഷകൾ ഇല്ലാതാകുന്നുവെന്ന് അർജുന്റെ ബന്ധു ജിതിൻ. അപകട സ്ഥലത്ത് സർക്കാരിന് എന്തൊക്കെയോ മറച്ചുവെക്കാനുണ്ടെന്ന് രഞ്ജിത്ത് ഇസ്രയേൽ. സർക്കാർ പറയുന്നതിലും വലിയ അപകടമാണ് നടന്നത് എന്നും രഞ്ജിത്ത്. ബാർ കോഴ വിവാദത്തിൽ ബാർ ഉടമകളുടെ വാദം ശരിവെച്ച് ക്രൈംബ്രാഞ്ച്. പണപ്പിരിവ് നടത്തിയത് മദ്യനയം മാറ്റവുമായി ബന്ധപ്പെട്ടല്ല എന്ന അന്വേഷണ സംഘം. കോഴയ്ക്കായി പണം പിരിച്ചതിന് മൊഴിയോ തെളിവോ ഇല്ല. പിരിവെടുത്തത് കെട്ടിടം വാങ്ങാനെന്നും കണ്ടെത്തൽ. ബാർ ഉടമ അനിമോന്റെ ശബ്ദ സന്ദേശം തെറ്റിദ്ധാരണ മൂലമാണെന്നും ക്രൈംബ്രാഞ്ച്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ സുപ്രീംകോടതിയിൽ ഇന്നും വാദം തുടരും. പരീക്ഷയിലെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഡൽഹി IITയുടെ റിപ്പോർട്ട് സമർപ്പിക്കും. ഹർജികൾ പരിഗണിക്കുക ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്നും നാളെയും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. തർക്കം നിലനിൽക്കുന്ന ഓടക്കാലി സെന്റ് മേരീസ് പള്ളിയിൽ കോടതി വിധി നടപ്പിലാക്കാനുള്ള പോലീസ് ശ്രമം പരാജയം. സഭാവിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പിന്മാറി. പ്രതിഷേധത്തിനിടെ 6 സ്ത്രീകൾ കുഴഞ്ഞു വീണു. വിധി നടപ്പാക്കാതെ പോലീസ് പിൻവാങ്ങുന്നത് 11ാം തവണ. നിപ്പ കേസുമായി ബന്ധപ്പെട്ട് പ്രതിരോധ പ്രവർത്തനം ഊർജിതമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്ന് 19 സാമ്പിൾ പരിശോധിക്കും. 5 എണ്ണം ഹൈ റിസ്ക്. വവ്വാലുകളിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുന്നതിനായി പൂനെ NIVയിൽ നിന്നുള്ള വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിക്കും. നിപ്പ ബാധിത മേഖലകൾ സന്ദർശിച്ച് വൈറസിന്റെ ജിനോമിക് സർവേ നടത്തും. പാരീസ് ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ഫുട്ബോളിൽ അർജന്റീനയും സ്പെയിനും ഇറങ്ങും. മറ്റന്നാൾ അമ്പെയ്ത്തിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മത്സരം. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾ വെള്ളിയാഴ്ച. വനിതാ ഏഷ്യാ കപ്പിൽ ജയം തുടരാൻ ഇന്ത്യ ഇന്നിറങ്ങും. 3ാം മത്സരത്തിൽ എതിരാളികൾ നേപ്പാൾ. മത്സരം വൈകിട്ട് 7 മണിക്ക്. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ സെമിയിൽ.
ഓസ്ട്രേലിയയിലെ ജനറാലി ഓപ്പൺ ടെന്നീസിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സുമിത് നാഗൽ ഇന്നിറങ്ങും. പ്രീ ക്വാർട്ടറിൽ എതിരാളി സ്പാനിഷ് താരം സുമിത് നാഗൽ, ഇന്ത്യയുടെ 1-ാം നമ്പർ ടെന്നീസ് താരം.